ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ രേവതിനെയും സച്ചിനെയാണ്. അങ്ങനെ നമ്മുടെ രേവതിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ സച്ചി. അങ്ങനെ സച്ചി പറയുകയാണ്, ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുമ്പം നമ്മൾ ധൈര്യം കാണിക്കണം, എങ്കിൽ മാത്രമേ അതിനെ നേരിടാൻ നമുക്ക് പറ്റത്തുള്ളൂ. എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നേരെ നിന്ന് കഴിഞ്ഞാലേ കസേര വന്ന് കഷ്ടത ഇട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കും. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ശരിയാവില്ല. അത് പിന്നെ സച്ചേട്ടാ, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. ദേ ഇപ്പൊ നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല കേട്ടോ. ഞാനും പട്ടിണി കിടക്കും. ഞാൻ പട്ടിണി കിടക്കണോ? അങ്ങനെയാ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഭക്ഷണം കഴിക്കണ്ട. സച്ചേട്ടാ, എന്തുവാ സച്ചേട്ടാ ഇത്? സച്ചേട്ടൻ എനിക്ക് ഇട്ട് തന്ന കട അതെനിക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. നീ എന്തിനാ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് കോർപ്പറേഷൻകാർ എടുത്തോണ്ട് പോയതല്ലേ, നീ മനഃപൂർവ്വം അത് കളഞ്ഞതൊന്നുമല്ലല്ലോ. പിന്നെന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? കട പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വീട്ടുജോലി ചെയ്ത് വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കും എന്നായിരിക്കും പരാതി പറഞ്ഞവരുടെ മനസ്സിൽ. അങ്ങനെ നീ ഒതുങ്ങി ഇരിക്കില്ല, ഉയർന്നു വരുമെന്ന് നമ്മൾ കാണിച്ചാ കൊടുക്കേണ്ടത്. അത് പിന്നെ എങ്ങനെയാ സച്ചേട്ടാ കാണിച്ചു കൊടുക്കണ്ടേ? അതൊക്കെയാണോ പറ്റാത്തത്? അതൊക്കെ പറ്റും. ദേ എൻ്റെ കാറ് നഷ്ടപ്പെട്ടു, വീണ്ടും കാറ് വന്നു, വീണ്ടും നഷ്ടപ്പെട്ടു, വീണ്ടും കാറ് വന്നു. നീ എനിക്ക് കാറ് മേടിച്ചു തന്നു. അങ്ങനെ തന്നെയൊക്കെയാണ് ഈ ജീവിതവും. പലതും നഷ്ടപ്പെടും, പിന്നെ കിട്ടും. ദുഃഖവും സന്തോഷവും മാറി മാറി വരും പോകും. ദേ അതൊക്കെ പോട്ടെ. നീ വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ നീ ഇത് കഴിക്ക്. അത് പിന്നെ സച്ചേട്ടാ, എനിക്ക് വേണ്ട സച്ചേട്ടാ. ദേ രേവതി, നമ്മളെ വിട്ട് ഒന്ന് പോയാൽ അതിനേക്കാളും വലിയ വേറൊന്ന് വരും. നീ അതുകൊണ്ട് വിഷമിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ദേ ഇത് നീ കഴിച്ചേ. ദേ സച്ചി പിണങ്ങൂട്ടോ. സച്ചിയുടെ സ്വഭാവം നിനക്കറിയാലോ. സച്ചിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, നീ ഇത് കഴിക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിക്ക് ഇങ്ങനെ വാരി കൊടുക്കാണ് കേട്ടോ. ഏതായാലും വാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി ഭക്ഷണം കഴിക്കുന്നുണ്ട്. സച്ചി അത്രയ്ക്ക് നിർബന്ധിച്ചതല്ലേ. എന്ത് സ്നേഹമുള്ള ഒരു ഭർത്താവാണല്ലേ നമ്മുടെ രേവതിക്ക് കിട്ടിയിരിക്കുന്ന സച്ചി. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അടുത്ത സീൻ എന്ന് പറഞ്ഞാല് നേരം രാവിലെ ആയി. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രാവിലെ എണീറ്റ് കിച്ചണിൽ കയറിയപ്പോഴത്തേക്ക് കിച്ചണിൽ ആരുമില്ല കേട്ടോ. സാധാരണ നമ്മുടെ രേവതി കിച്ചണിൽ നിൽക്കേണ്ടതാണ്. ഇന്നലത്തെ പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നു, കഴുകിയൊന്നും വെച്ചിട്ടില്ല. ഇതൊന്നും ഇവള് കഴുകി വെച്ചില്ലേ? ഇവളിതെവിടെ പോയി? രേവതി, എടി രേവതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അലറാനും തുടങ്ങി. നമ്മുടെ രേവതിക്ക് വല്ല സമാധാനവും കൊടുക്കുവോ? രേവതിയാണെങ്കിൽ ഇച്ചിരി കണ്ണടച്ച് പോയി എന്ന് തോന്നുന്നു. കുറച്ച് താമസിച്ച് പോയി കാണും എണീക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നപ്പോൾ ശ്രുതി, രേവതി ഇവിടെ? നിനക്ക് അവള് കോഫി കൊണ്ട് തന്നിരുന്നോ? ഇല്ല ഇല്ല ആൻറ്റി, കോഫി കൊണ്ട് തന്നില്ല. രാവിലെ ചെയ്യേണ്ട ഒരു ജോലിയും അവള് ചെയ്തിട്ടില്ല. പാത്രം പോലും കഴുകാതെയാ പോയിരിക്കുന്നത്. ഇവളിത് എവിടെ പോയതാ? അത് പിന്നെ അമ്മേ, ഞാൻ രാവിലെ എണീറ്റ് വന്നിരുന്നു, എനിക്ക് കോഫി കിട്ടിയില്ല അമ്മേ എന്നും പറഞ്ഞോളൂ നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പതുക്കെ ഇങ്ങനെ എണീറ്റ് വരികയാണ് കേട്ടോ. ഏതായാലും രേവതി പതുക്കെ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രുതി ഇത് കണ്ടു. ശ്രുതി പറഞ്ഞു, ദേ ആൻറ്റി ഇതേ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ചെന്നില്ലേ എൻ്റെ പൊന്നോ, പിന്നെ പറയാനുണ്ടോ? ആ പെങ്കൊച്ചിനെ എടുത്ത് നിലത്തടിച്ചെന്ന് പറഞ്ഞാൽ മതി. അതുപോലെയാണ് നമ്മുടെ ചന്ദ്ര നമ്മുടെ രേവതിയോട് പെരുമാറിയത്. ചന്ദ്ര ചോദിച്ചു, ഇവിടെ ഉണ്ടായിരുന്നോ? ഇത്രയും നേരം നീ ഒളിച്ചിരിക്കുമായിരുന്നോ? അത് പിന്നെ ഞാൻ ഒളിച്ചു കളിയൊന്നും കളിക്കുന്നില്ലമ്മേ. ഞാൻ രാത്രി ടെറസിലാ കിടന്നത്, അവിടെ നിന്ന് ഇറങ്ങി വരുവാ. എടി ഇപ്പൊ സമയം എത്രയായിടി? അതിപ്പം എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ക്ലോക്കില്ലേ, ക്ലോക്കിൽ നോക്കിക്കൂടെ? നിന്റെ നാക്കിന്റെ നീളം കൂടുന്നുണ്ടല്ലോ. എന്നോട് വേണ്ടാട്ടോ. ഇവിടെ ഞങ്ങളൊക്കെ നേരത്തെ എണീറ്റു. ഇത്രയും സമയം ഉറങ്ങാൻ നിനക്ക് നാണമില്ലടി? ദേ മര്യാദയ്ക്ക് അടുക്കള കയറടി. അല്ല, എന്തിനാമ്മേ ഞാൻ നാണിക്കുന്നത്? ഓഹോ, എടി നീ ഇന്ന് ഹാളിലല്ല കിടക്കുന്നത്, എന്തിനാ നീ ടെറസിൽ പോയി കിടന്നത്? അത് പിന്നെ എവിടെ കിടന്നാലും എന്താ? ഇന്ന് അല്പം എണീക്കാൻ ലേറ്റ് ആയി പോയി, അതിനിപ്പോ എന്താ കുഴപ്പമുള്ളത്? എന്തുകൊണ്ടാ ലേറ്റ് ആയെന്നാ ഞാൻ ചോദിച്ചത്. ഉത്തരം സിമ്പിൾ അല്ലേ. കൂടുതൽ സമയം ഉറങ്ങിപ്പോയത് കൊണ്ട് ഉറങ്ങി എണീക്കാൻ ഞാൻ വൈകി. രാവിലെ എണീക്കണോടി നീ, രാവിലെ എണീക്കണി. ഇവിടെ കുറെ ജോലി കിടപ്പുണ്ടല്ലോ. ഇന്നലെ പാത്രം ഒന്നും കഴുകി വെച്ചില്ല. കടയുള്ളപ്പോ അത് രാവിലെ 4 മണിക്ക് എണീറ്റ് പൂ മേടിക്കാൻ മാർക്കറ്റിലേക്ക് ഓടൂല്ലോ. ഇപ്പൊ നിനക്ക് രാവിലെ എണീക്കാൻ പറ്റില്ലല്ലേ? വീട്ടില് ജോലി ചെയ്യാൻ നിനക്ക് മടിയായോണ്ടായിരിക്കും നിനക്ക് രാവിലെ എണീക്കാനും മടി. എനിക്കറിയാടി, ഈ സമയം വരെ ഞങ്ങൾ കോഫി പോലും കുടിക്കാതെ ഇരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല. ഒരു ദിവസം നിങ്ങൾക്കൊക്കെ കോഫി ഇട്ട് കുടിച്ചാൽ എന്താ അമ്മേ, കയ്യിലെ വള ഊരി പോവോ? ഇല്ലല്ലോ.
ഓ, ഒരു ദിവസം ആക്കണ്ടടി, എല്ലാ ദിവസവും ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാടി. എന്നിട്ടേ നീ കാലുമേ കാലും കയറ്റി അങ്ങോട്ട് വെച്ച് ഇരിക്കുക. ദേ, അത് മതിയോ നിനക്ക്? അത് പിന്നെ അമ്മ, എന്നെ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താതെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് തല വേദനിക്കുക. അയ്യോ, ജോലി ചെയ്യാതിരിക്കാൻ ഓരോരോ കാരണമായിട്ട് അവൾ ഇറങ്ങിയേക്കുക. അത് പിന്നെ എൻ്റെ കട പോയതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. എനിക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനം തരൂ അമ്മേ. ഞാൻ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തത്? ഇനി ഒന്ന് ഒഴിവാക്കി വിട്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടൊരു ചിരി ചിരിച്ചിട്ട്, ഒരു കട, ഒരു 10 നില കെട്ടിടമല്ലേ ഇടിച്ച് നിരത്തിയത്. നിങ്ങൾക്കത് ചെറുതാണെങ്കിലും എനിക്ക് എൻ്റെ കട വലുതാ. അയ്യോ, ഇപ്പൊ കടയൊന്നും ഇല്ലല്ലോ, വേറെ ജോലിയും ഇല്ല. അപ്പൊ പിന്നെ മുഴുവൻ സമയം വീട്ടില് ജോലി ചെയ്യാലോ നിനക്ക്. ശ്രുതിക്കൊക്കെ ജോലിക്ക് പോകണ്ടേ, വർഷയ്ക്ക് ജോലിക്ക് പോകണ്ടേ? നീ ചെല്ല്, നീ പോയി ഭക്ഷണം ഉണ്ടാക്ക. ഓ, എനിക്കിപ്പോ ജോലിയില്ലെന്ന് അമ്മ കുത്തി പറയാല്ലേ? അല്ല, അത് സത്യമല്ലേ? ശ്രുതിക്കും വർഷയ്ക്കും നല്ല ജോലിയുണ്ട്. നിനക്ക് ഒരു ജോലി വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ നിനക്ക് നിന്റെ കെട്ടിയൊരു പൂക്കട ഇട്ട് തന്നത്. എന്നിട്ട് എന്തായി? ആ കട പോയി. ഇപ്പൊ ജോലിയില്ല, കൂലിയില്ല, വേലയില്ല. ഭർത്താവ് കൊണ്ടുവരുന്നത് തിന്ന് ജീവിക്കാനോ നിന്റെയൊക്കെ വിധി. അല്ലാതെ സ്വന്തമായിട്ട് ജോലി എടുത്ത് ജീവിക്കാൻ നിനക്കൊന്നും വിധിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ, സർക്കാരിന്റെ സ്ഥലം സ്വന്തം സ്ഥലം പോലെയല്ലേ ഇവര് പെട്ടെന്ന് ഒരു പൂക്കട അങ്ങോട്ട് ഇട്ടത്. ഓ, ആ മണ്ടന് ലോകം മനസ്സിലായിട്ടില്ല അല്ലേ? ദേ, നിങ്ങളുടെ ഇഷ്ടം പോലെ അവിടെ ഇവിടെ ഒന്നും കട തുടങ്ങാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല, നിനക്ക് നിന്റെ അമ്മയുടെ കടയുടെ അടുത്തൊരു ചെറിയ കട ഇട്ടാ പോരായിരുന്നോ രേവതി? കട ഇവിടെ തുടങ്ങിയത് കൊണ്ടല്ലേ ആരോ പരാതി കൊടുത്തത്. ഉം ഇത് കേട്ടപ്പോ നമ്മുടെ ചന്ദ്ര, ഓ, ആരാണാവോ പരാതി കൊടുത്തത്? അറിയില്ലല്ലോ ശ്രുതി മോളെ. ആര് കൊടുത്താലും നമുക്കതിന്റെ ഗുണം കിട്ടി. ഓ, നമുക്ക് നല്ലത് വന്നു, അങ്ങനെ വേണം കരുതാൻ. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അമ്മയ്ക്ക് നല്ലതല്ലേ എന്റെ കട പോയത്? അതേടി, നല്ലതാടി. എന്റെ വീടിന്റെ പരിസരത്ത് കട തുടങ്ങിയത് കൊണ്ടല്ലേ ഈ വീട്ടിലേക്ക് പൂ വേണമെന്ന് പറഞ്ഞ ആൾക്കാര് കയറി വരാൻ തുടങ്ങിയത്. എന്നോട് വരെ പൂ ചോദിച്ചു. എനിക്ക് എടുത്തു കൊടുക്കേണ്ടിയും വന്നു. ഇതിൽ പരം നാണക്കേട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പൂക്കാരിയായി ഞാൻ. ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ വേണ്ടിയല്ലേ നീ ഈ വീടിന്റെ പരിസരത്ത് റോഡ് സൈഡിൽ കട വെച്ചത്? അതുകൊണ്ട് മാത്രമല്ലേ? ദൈവത്തിനത് പിടിച്ചില്ല രേവതി, പിടിച്ചില്ല. അതുകൊണ്ടാണല്ലോ കൊടുങ്കാറ്റടിച്ച പോലെ മൊത്തം അതെടുത്തോണ്ട് പോയത്. ഏ, ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? നിനക്ക് സമാധാനമായില്ലെങ്കിലും എനിക്ക് സമാധാനമായി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കയറി വന്നിട്ട്, ദൈവത്തിനാണോ പിടിക്കാത്തത് അതോ അസൂയക്കാർക്കാണോ പിടിക്കാത്തതെന്ന് കുറച്ച് ദിവസങ്ങൾക്കകം ഞാൻ അറിയും. ദേ, എന്തിനാ ഇപ്പൊ ഇവളുടെ മേലില് ചാടി കയറുന്നത്? ഇവളിപ്പോഴല്ലേ എണീറ്റ് വന്നത്, അതുകൊണ്ടാ. വീട്ടിൽ ഒരു ജോലിയും ചെയ്തിട്ടില്ല സച്ചി ഇവള്. വീട്ടിലെ ജോലികളൊക്കെ ഇവള് തന്നെ ചെയ്യണമെന്നുണ്ടോ? ഈ പാർലർ എടുത്തിട്ട് കൈക്ക് വല്ല അസുഖമുണ്ടോ? വിവലാംഗ വല്ലതും ആണോ? മരുന്ന് വെച്ച് കേട്ടിട്ടുണ്ടോ? അല്ലെ, എവിടെ നിങ്ങളുടെ മൂന്നാമത്തെ മരുമോള്? അത് അവളോടും കൂടെ പോയി ചെന്ന് പറപ്പാടി ചെയ്യാന്. എടാ ശ്രീകാന്തേ. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ആഹാ, ദേ, ഇവരൊന്നും വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ല. ദേ, ശ്രുതി പാർലറിൽ പോയി സമ്പാദിക്കുന്നു. വർഷ കോടീശ്വരിയ, എന്നിട്ടും ഡബ്ബിങ് ചെയ്ത് സമ്പാദിക്കുന്നു. നിന്റെ ഭാര്യനെ പോലെ വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, ഒരു കോഫി കുടിക്കാൻ മനുഷ്യൻ രാവിലെ എത്ര സമയം കാത്തിരിക്കുക ചെയ്യേണ്ടത്? എടാ, കൃത്യസമയത്ത് കോഫി കുടിച്ചിട്ട് നിനക്ക് എവിടെ പോകാനാടോ? ഓഫീസിൽ പോകാനോ? അതെ, സമയത്തിന് കോഫി കിട്ടണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയോട് ഉണ്ടാക്കി തരാൻ പറ. അതേ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ആന്റി, ഞങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം, ബാ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് ശ്രുതി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര, മോളെ ശ്രുതി എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ രേവതി, ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നീ നേരത്തെ എന്നോട് പറയണമായിരുന്നു. ദേ, ഇവൻ നിന്റെ വക്കാലത്ത് പറയുന്നത് കേട്ടാ തോന്നും ഞാൻ നിന്നെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുകയാണെന്ന്. ഇത്രയും നാള് നീയല്ലേ ഈ ജോലിയൊക്കെ ചെയ്തത്, ഇപ്പൊ ഞങ്ങൾ ചെയ്യണോ അല്ലേ? അങ്ങനെയല്ലേ നീ പറയുന്നത്? പിന്നെ നീ എന്തിനാ ഇപ്പൊ എണീറ്റ് വന്നത്? പോയി കിടന്ന് ഉറക്ക്. പോ 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 ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം. നമ്മുടെ സച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് നിയന്ത്രണം വിട്ടു പോവുകയാണ്. എന്നിട്ട് നമ്മുടെ രവീന്ദ്രനല്ല ചന്ദ്ര പറഞ്ഞു, നടക്കാൻ പോയ ഒരാളിപ്പോ ഇങ്ങോട്ടേക്ക് വരും, അയാളോടും പറ നീ ഉണ്ടാക്കി കഴിക്കാന്. അത് പിന്നെ അമ്മേ, ഞാൻ ആർക്കും ഭക്ഷണം ഉണ്ടാക്കി തരില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് എണീക്കാൻ കുറച്ച് വൈകിപ്പോയി, അതും കൊണ്ടാ കോഫി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പൊ പോയി ഉണ്ടാക്കി തരാം, അമ്മ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, രേവതി ഇവിടെ നിൽക്ക്, ഇവര് പറയുന്നത് എല്ലാം ചെയ്യണമെന്നുണ്ടോ രേവതി? എല്ലാവർക്കും ചായയും കോഫിയും ഇട്ട് കൊടുക്കുക. നീ ആര്, ചായക്കടക്കാരിയോ? വേണ്ടവര് ഉണ്ടാക്കി കഴിക്കട്ടെ, അച്ഛന് മാത്രമേ നീ വേണ്ടത് ചെയ്തു കൊടുത്താൽ മതി, വേറെ ആർക്കും നീ ചെയ്തു കൊടുക്കണ്ട. അത് പിന്നെ സച്ചേട്ട, അമ്മ പറഞ്ഞത് ശരിയല്ലേ? എനിക്കിപ്പം ജോലിയോ വരുമാനമോ ഒന്നുമില്ലല്ലോ. ഉണ്ടായിരുന്ന ഒരു കടയും പോയില്ലേ? ദേ,
രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് കഴിയേണ്ടവളാ ഞാൻ. എനിക്കതേ വിധിച്ചിട്ടുള്ളൂ സച്ചേട്ടാ. ആ, അതുകൊണ്ട് സാരമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് രേവതി നേരെ കിച്ചണിലേക്ക് പോവാ. സച്ചിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ചന്ദ്ര അവിടെ നിന്ന് ഇത് കണ്ടിട്ട് വീണ്ടും മനസ്സിൽ ഇങ്ങനെ ആർത്തുല്ലസിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. ഒരു പുച്ഛ ചിരിഭാവം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ചന്ദ്രയ്ക്ക്. സച്ചിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. സച്ചി പെട്ടെന്ന് ചന്ദ്രനെ നോക്കിയപ്പോൾ ചന്ദ്രൻ അങ്ങ് മുഖം തിരിച്ചു കേട്ടോ. ഇതിനോടൊക്കെ എന്ത് പറയാൻ, എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നോർത്തിട്ടാകാം നമ്മുടെ സച്ചി വെറും പുച്ഛഭാവത്തോടു കൂടി നോക്കിയിട്ട് സച്ചി അങ്ങ് പോയി കേട്ടോ. എന്നിട്ട് സച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ചന്ദ്ര വീണ്ടും ബോൾ നമ്മുടെ കോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ രേവതി കിച്ചണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണെങ്കിൽ ഓട്ടത്തിന് പോകാനായിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ സ്റ്റെയർകേഴ്സിന്റെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര എവിടെയുണ്ട്. അപ്പം ചന്ദ്ര, ഓ ഇതാ പറഞ്ഞത്, കുരുവി എത്ര പറഞ്ഞാലും പരുന്താവില്ലെന്ന്. അധികം മനക്കോട്ട കെട്ടരുത് മോനെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാവുള്ളൂ. ഇവക്കൊക്കെ വിധിച്ചതേ അടുക്കളയും അടുക്കള പണിയും ഒക്കെയാ. അതൊക്കെ ചെയ്താ മതി, അതൊക്കെ ചെയ്തങ്ങ് ഒതുങ്ങി കൂടണം. ഇത് കേട്ടത് സാച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, ഓ നിങ്ങൾ വലിയ ജ്യോത്സ്യരാണല്ലോ അല്ലെ, അതല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവചിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതെ, കൂടുതൽ കിടന്ന് വിളയല്ലേ. കുരുവി എത്ര പറഞ്ഞാലും പരന്താവില്ലെന്നറിയാം. പക്ഷെ കുരുവി ഇരിക്കുന്നിടത്ത് പരുന്തിനിരിക്കാൻ പറ്റില്ല, അറിയാമോ? ഉയരത്തിലെത്തിയോണ്ട് മാത്രം വലിയ ആളൊന്നും ആവില്ല. കുരുവി ഇരിക്കുന്നിടത്തിരുന്നതിന് വേണ്ടതൊക്കെ ചെയ്തോളും, നേടേണ്ടതൊക്കെ നേടുകയും ചെയ്തോളും. അതുപോരെ? അയ്യോ പിന്നെ നിന്റെ ഭാര്യ വലിയ ഗോൾഡ് മെഡൽ നേടും. ഒന്ന് പോടാ അവിടെ നേടിയിട്ട്. അവള് ജീവിതകാലം മുഴുവൻ ഈ അടുക്കളയിലുണ്ടാകും. നീ നോക്കിക്കോ, അടുക്കളയിൽ കിടന്ന് അവളുടെ ജീവിതം തീരും. അല്ലാതെ അവള് പറന്നുയരാനും പോകുന്നില്ല, കുരുവിയുടെ സ്ഥാനത്ത് ഇരിക്കാനും പോകുന്നില്ല. അതാണ് അവളുടെ വിധി. വിധിയെ പഴിച്ചവള് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര നേരെ മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് വാശി കൂടി. അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. സച്ചിനെ അങ്ങനെ അടുക്കളയിൽ ഇരുത്തി തീർക്കാനുള്ളതല്ലല്ലോ നമ്മുടെ രേവതിയുടെ ജീവിതം. രേവതിനെ അടുക്കളയിൽ ഇരുത്തി തീർക്കാനുള്ളതല്ലല്ലോ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിച്ചിട്ട് നേരെ സച്ചി വെളിയിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ രേവതി ആണെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ പാത്രമൊക്കെ കഴുകുന്നു, വൃത്തിയാക്കുന്നു, ജോലികളൊക്കെ ചെയ്യുന്നു. ഇത് തന്നെ ശരണം നമ്മുടെ രേവതിക്ക്. പാവൻ രേവതി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ രവീന്ദ്രനെ കാണുകയാണ് സച്ചി. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല സച്ചി നീ ജോലിക്ക് പോവാണോ? വെറുതെ കാറും എടുത്ത് പുറത്തേക്ക് പോകാന്നേ ഉള്ളൂ, ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛ. ആ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. എനിക്കറിയാം മോനെ, ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അതെന്താണെന്ന് എനിക്കറിയാം. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാ. പൂക്കട എല്ലാം ആയിരുന്നല്ലോ. ഇനിയിപ്പം എന്ത് ചെയ്യാനാ? പോട്ടെ മോനെ, സാരമില്ല. പൂക്കട വെച്ചേക്കുന്ന സ്ഥലം കാണുമ്പോൾ തന്നെ ഈ അച്ഛന് വേദനയാ. അവള് മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന രേവതിനെയൊക്കെ ഓർമ്മ വരുന്നത്. ആ ഒരു സന്തോഷം നിറഞ്ഞ മുഖം, അത് മനസ്സിൽ നിന്നങ്ങ് മായുന്നില്ല മോനെ. എന്ത് ചെയ്യാനാ? അത് പിന്നെ അച്ഛ, എൻ്റെ രേവതിയുടെ മുഖത്ത് സന്തോഷം മാഞ്ഞില്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം അവൾക്ക് ഉണ്ടാകും. ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടവള്, ഒരുപാട് വേദനിക്കുന്നുണ്ടവള്. ഇനി എന്താ ചെയ്യേണ്ടത്? അല്ല മോനെ, നമുക്കൊന്ന് കോർപ്പറേഷൻ ഓഫീസിൽ വരെ പോയാലോ? നമുക്ക് ഉദ്യോഗസ്ഥരെ കണ്ടൊന്ന് സംസാരിച്ചാലോ? അതിന് ഞാൻ പൊക്കോളാം അച്ഛ. അച്ഛൻ വരണ്ട. അച്ഛൻ വെറുതെ വന്ന് ശരീരത്തിന്റെ അവസ്ഥ മോശമാക്കണ്ട. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കടകൾ ഇതുപോലെയൊക്കെ വെക്കുന്നവര് പണക്കാരൊന്നും അല്ല, പാവങ്ങളൊക്കെ തന്നെയെന്ന് അവർക്കറിയാം. പിന്നെ എന്തിനാ അവരിങ്ങനെ ഉപദ്രവിക്കുന്നത്? അല്ല, ഇങ്ങനെയാണെങ്കിൽ രേവതിയുടെ അമ്മയുടെ പൂക്കട അവരെടുത്തോണ്ട് പോകൂലേ? അമ്പലം വകയല്ലേ അത്? അല്ല അച്ഛ, ഇതാരോ പരാതി കൊടുത്തതാ പ്രശ്നമായത്. എന്തൊരു മനസ്സാ അവരുടെന്നാ ഞാൻ ചിന്തിക്കുന്നത്. ആര് പരാതി കൊടുത്താലും. അല്ല മോനെ, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ട് എനിക്ക്. അതാരാന്നല്ല, അച്ഛനും കാണൂല്ലോ സംശയം, അച്ഛനും ഊഹം കാണൂല്ലോ. തെളിവൊന്നും കയ്യിലില്ലാത്തത് കൊണ്ടാ ഞാൻ ചോദിക്കാതിരിക്കുന്നത്. എന്തായാലും ഒരു ദിവസം എനിക്ക് എൻ്റെ തനി സ്വരൂപം പുറത്ത് കാണിക്കേണ്ടി വരും. മാത്രമല്ല, കാലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മര്യാദയ്ക്കിരിക്കില്ല മോനെ. സംശയത്തിന്റെ പേരിലേ ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. രേവതി നല്ല മനസ്സിനുടമയെ, അവൾ ആരെയും ദ്രോഹിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ അവളെ ദ്രോഹിച്ചത് ആരായാലും അവർക്ക് തിരിച്ചടി ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ നമ്മൾ കരുതിയാൽ മതി. അല്ലാതെ നമ്മൾ തിരിച്ചടി ഒന്നും കൊടുക്കാൻ പോണ്ട. പിന്നെ മോനൊന്ന് വിചാരിക്കണം, അവര് പൂക്കട ഇട്ട് തരാതിരിക്കുകയും വിട്ടു തരാതിരിക്കുകയും പെർമിഷൻ തരാതിരിക്കുകയും ചെയ്താൽ മോനെ നീ എന്ത് വിചാരിക്കും? അല്ല സോറി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവള് വെറുതെ വീട്ടുജോലി ചെയ്ത് തീർക്കാനുള്ളതല്ല, അവൾക്കും സ്വയമായിട്ട് ജോലി ചെയ്യണം. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ മോനെ, എന്തെങ്കിലും ചെയ്യണം.
അതെ അച്ഛാ, എന്തെങ്കിലും ഉടനെ ചെയ്യണം. അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അമ്മയുടെ പരിഹാസ വാക്കുകൾക്ക് നല്ലൊരു മറുപടി എനിക്ക് കൊടുത്തേ പറ്റൂ. വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് തന്നെയായിരിക്കും ഈ സച്ചി മറുപടി കൊടുക്കുക. അതാ മോനെ വേണ്ടത്. അത് തന്നെയാ വേണ്ടത്. രേവതി മോളുടെ മുഖത്ത് ആ ചിരി അത് നീ തിരികെ കൊണ്ടുവരണം. അവളുടെ ആ സന്തോഷം നീ കൊണ്ടുവരണം. അത് എൻ്റെ മോൻ വിചാരിച്ചാൽ നടക്കുന്നേ. വേറെ ആര് വിചാരിച്ചാലാ നടക്കുന്നത്? മോൻ വിചാരിച്ചാലേ അത് നടക്കത്തുള്ളൂ. അത് പിന്നെ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ ചാ. അവളുടെ സങ്കടം എൻ്റെയും കൂടെയാ. അങ്ങനെ അവളെ ഞാൻ കരഞ്ഞിരിക്കാൻ വേണ്ടിയേ വിടില്ല. അമ്മയ്ക്ക് അവളെ കുത്തുവാക്കുകൾ പറയാനും പരിഹസിക്കാനും ഒന്നും അധികം നാള് ഞാൻ വിട്ടുകൊടുക്കില്ല. അധികം നാള് അവള് ഇവിടെ കാണില്ല അവള്. അവൾക്ക് സ്വന്തമായിട്ട് ഒരു ജോലി ഉടനെ തന്നെ ഉണ്ടാകും. പിന്നെ കോപ്പറേഷനിൽ പോയി ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ. എടാ മോനെ, നീ അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കല്ലോ കേട്ടോ. അല്ല, നീ രേവതിനെയും കൂടെ കൂട്ട്. ദേ, ഓഫീസിൽ ചെന്നതിന് ശേഷം രണ്ടുപേരും കൂടി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ. അവൾക്ക് ചിലപ്പോൾ അതൊരു ആശ്വാസമാകും. അവൾ വരുമെന്ന് അച്ഛന് അവൾ വരില്ല അച്ഛാ. അവൾ അങ്ങനെയാ. എത്ര നിർബന്ധിച്ചാലും ഇനി അവൾ അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനൊന്നും പോകുന്നില്ല. ഞാൻ ഏതായാലും കോർപ്പറേഷനൊക്കെ ഒന്ന് പോട്ടെ, എന്നിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. രവീന്ദ്രന് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ട് രേവതിയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ. കാരണം രേവതിക്ക് അത്രമാത്രം വിഷമം ഉണ്ടല്ലോ. അപ്പൊ അത് താങ്ങാനായിട്ട് നമ്മുടെ രവീന്ദ്രനും പറ്റില്ല കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ സച്ചി നേരെ ഓട്ടോ സ്റ്റാൻഡ് അല്ല, സോറി, ടാക്സി സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ സച്ചിയുടെ ആകെ മൊത്തത്തെ ഒരു വിഷമമൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും സച്ചിക്ക് എന്തോ പറ്റിയെന്ന്. അപ്പൊ മഹേഷ് ചോദിച്ചു, എന്താടാ, ട്രിപ്പൊന്നും ഇല്ലേടാ? ട്രിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ട്രിപ്പ് പോകത്തില്ലേ, ഓട്ടം കുറവാ. അല്ല, നിങ്ങക്ക് ട്രിപ്പൊന്നും ഇല്ലായിരുന്നോ? ട്രിപ്പൊന്നും ഇല്ലായിരുന്നു. എനിക്കും ഒരു മൂഡില്ലടാ. എന്തു പറ്റി സച്ചി? കൂടുതൽ സന്തോഷിച്ചാ പിന്നെ കരയേണ്ടി വരുമെന്നൊക്കെ പറയാറില്ലേ, അത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഒത്തിരി സന്തോഷിച്ചു. ഇപ്പൊ കരയേണ്ട അവസ്ഥയാണ്. നമ്മുടെ ഒന്നും ജീവിതത്തില് മുന്നേറാൻ ആരും വിടില്ലടാ. ഭാഗ്യമില്ലാത്തവരാ നമ്മളൊക്കെ. നീ എന്താടാ സച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ രേവതിക്ക് ഒരു പൂക്കട ഇട്ട് കൊടുത്തില്ലായിരുന്നോ? അത് കോർപ്പറേഷൻകാർ വന്ന് എടുത്തോണ്ട് പോയടാ. ഏ എന്താടാ നീ പറയുന്നത്? അവരെന്തിനാടാ അതെടുത്തോണ്ട് പോയത്? അവർക്കൊക്കെ എന്തെങ്കിലും വേണോ? ആരോ പരാതി കൊടുത്തു, അവരത് എടുത്തോണ്ട് പോയി. റോഡ് സൈഡിലാണല്ലോ പൂക്കട വെച്ചത്. എടാ, ആരാടാ പരാതി കൊടുത്തത്? അതറിയില്ലേ? ആരാ പരാതി കൊടുത്തതെന്നൊന്നും അറിയില്ല. പുറത്തു നിന്നുള്ള ആരെങ്കിലും ആണെന്നൊന്നും തോന്നുന്നില്ല. ഇത് വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും പരാതി കൊടുത്തത്. അതാ എന്റെ സംശയം. എടാ, വീട്ടിലുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുവോ? അല്ല, നീ കോർപ്പറേഷനിൽ ചെന്നൊന്ന് സംസാരിച്ചു നോക്ക്. ചിലപ്പം കട അവരെ അവിടെ വെക്കാനായിട്ട് സമ്മതിക്കും. എന്തെങ്കിലും പിഴയൊന്ന് അടച്ചാൽ മതിയായിരിക്കും. അത് പിന്നെ ഞാനിപ്പം കോർപ്പറേഷൻ ഓഫീസിലൊക്കെ പോയിട്ടാണ് വന്നത്. ഫൈൻ അടച്ചാൽ കട വിട്ടു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഏരിയയിൽ കട വെക്കാൻ പാടില്ല, കട വിട്ടുതരാം എന്നാ പറഞ്ഞത്. പെർമിഷൻ ഇല്ലത്രേ ആ ഏരിയയിലൊക്കെ കട വെക്കാൻ. വീട്ടിലുള്ളവരെയൊക്കെ എനിക്ക് സംശയം ഉണ്ടടാ. പക്ഷെ തെളിവില്ലാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതും കൊണ്ടാ ഞാൻ അടങ്ങിയിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ തെളിവ് സഹിതം കണ്ടുപിടിക്കും. അന്നവര് വിവരം അറിയും. നോക്കിക്കോ, ഈ സച്ചി ആരാണെന്ന് അറിയും എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സച്ചിയുടെ മനസ്സിൽ ആകെപ്പാട് സങ്കടം. എന്നിട്ട് പിന്നെ സച്ചി പറഞ്ഞു, പാവ രേവതി ആകെ സങ്കടത്തില, കുറെ കരഞ്ഞു. അത് പിന്നെ പൂക്കട നന്നായിട്ട് പോകുന്നതിന്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു രേവതിക്ക്. വലിയ ഓർഡറും കിട്ടി. നിനക്ക് അവള് കാറ് പോലും മേടിച്ചു തന്നില്ലേ? പെട്ടെന്ന് കട പോകുമ്പോ അവൾ എങ്ങനെ സഹിക്കും? അത് ശരിയല്ലേ സച്ചി? പരാതി കൊടുത്തവരെ വെറുതെ വിടാൻ പാടില്ല സച്ചി. അതിന്റെ പുറകെ ഞാനിപ്പോ പോകുന്നില്ല മഹേഷ്. സമയാട്ടെ, അതിന്റെ പുറകെ പോകാം. നമ്മുടെ ജീവിതത്തിൽ ഉയരങ്ങളിൽ കീഴടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്, അസൂയക്കാർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതല്ലേ അവരോട് ചെയ്യേണ്ട പ്രതികാരം. എനിക്ക് രേവതിയുടെ വിഷമം കാണാൻ വയ്യ മഹേഷ്. അവൾക്ക് വേണ്ടി ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വലിയ ബിൽഡിങ്ങിൽ മുറി എടുത്തിട്ട് AC ഒക്കെ വെച്ച് ഫ്ലവർ ഷോപ്പ് തുടങ്ങണം. അതാ എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു ഫ്ലവർ ഷോപ്പ് അവൾക്ക് ഇട്ട് കൊടുക്കണം, വലിയൊരു ഫ്ലവർ ഷോപ്പ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരന്മാരിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരന്മാരോട് ചോദിച്ചു, നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ. ഓ, ഇവനെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? എളുപ്പത്തില് അങ്ങനെയൊന്നും കഴിയില്ലെന്ന് എനിക്കറിയാം. ഏതായാലും സ്വപ്നം കാണാലോ. സ്വപ്നം കാണുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോടാ. സ്വപ്നം കണ്ടാലല്ലേ നമുക്കിതൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. എടാ, പൂ വിൽക്കാൻ വലിയ AC കടയുടെ ആവശ്യമൊന്നുമില്ല. പൂ മേടിക്കാൻ ആരെങ്കിലും വലിയ കടയില് പോവോ? ഈ TVയും ഫ്രിഡ്ജും ഒക്കെ മേടിക്കുന്ന പോലെ വലിയ കട നോക്കിയൊന്നും ആരും വരില്ല. അതിനൊക്കെ എത്ര കാശ് വേണം? മുറിക്ക് അഡ്വാൻസ് കെട്ടണം, കറണ്ട് ചാർജ്, വാടക. എന്തൊക്കെ ചെയ്താലാ വല്ലതും ശരിയാവോ? അല്ല, പിന്നെ ഞാനിപ്പോ എന്താടാ ചെയ്യേണ്ടത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. രേവതിയുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് അവളെ എങ്ങനെയെങ്കിലും
ഒന്ന് സന്തോഷിപ്പിക്കണം. അവള് മുമ്പത്തെ പോലെ ചിരിക്കണം. പഴയ പോലെ എൻ്റെ രേവതിയുടെ ആ ഒരു പ്രസന്ന മുഖം എനിക്ക് കിട്ടണം. രേവതിക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്തു കൊടുത്തേ പറ്റൂ. എന്താ ഇപ്പൊ ചെയ്യുക? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയടാ എന്നും പറഞ്ഞ് മഹേഷിനോടൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഏതായാലും അവന്മാരുടെ കയ്യിൽ തൽക്കാലം ഐഡിയകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവന്മാരിങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുന്നു. നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുന്നു. ഈ ഒരു ഭാഗം കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് പെട്ടെന്ന് വരാട്ടോ. നൈനയുടെയും മാതച്ചൻ്റെയും കഥയായിട്ട്. പിന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ.